ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മൂംഗ് ദാൽ ചിൽക്ക റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്, വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഇത് തേങ്ങയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മൂംഗ് ദാൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് 6 വിസിലോളം ഞാൻ അടിക്കുന്നുണ്ട്. വിസിലടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പരുവമാണ്. നന്നായിട്ട് നമുക്ക് ഈ ഒരു മൂംഗ് ദാൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഓയിൽ ഒഴിക്കുക. അതിലോട്ട് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടുന്നത് കായമാണ്. ആവശ്യത്തിനനുസരിച്ച് കായം ഇടുക. പിന്നെ നമ്മൾ അടുത്ത് ഇടാൻ പോണത് റഫ്ലി ചോപ്പ് ചെയ്ത് ഓനിയനും, അതായത് സവാളയും പച്ചമുളകുമാണ്. പച്ചമുളക് ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാനൊരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണം. സവാള ഇതിനെക്കാട്ടും നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. എനിക്ക് പക്ഷേ ഇങ്ങനെ പറ്റാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് റഫ്ലി ചോപ്ഡ് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേ പറഞ്ഞ പോലെ തക്കാളി വേണമെങ്കിൽ 1 1/2 ആയിട്ട് എടുക്കാം. പക്ഷെ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ റഫ്ലി ചോപ്പ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ മസാലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി. ഇത് 3ഉം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിലോട്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. നമ്മുടെ കട മസാലാസ് എല്ലാം കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിക്കണ മസാലയാണ് കേട്ടോ. ഞാൻ ചിലപ്പം അത് കുറച്ച് ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ ഞാനിടുന്നത് കസൂരി മേത്തിയാണ്. ഇത് നല്ല ഫ്ലേവറിങ് ആഡ് ചെയ്യും കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ അത് ഒന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഒന്ന് തിരുമ്മി ഇടുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങി വരും. അപ്പം അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ സൈഡിലേക്ക് കൂടെ ഞാൻ നമ്മുടെ വെള്ളപ്പയറിൻ്റെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. വെള്ളപ്പയറെന്ന് ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അതും സൈഡ് ബൈ സൈഡ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടി. അപ്പോഴേക്കും ഞാൻ അതിനകത്തോട്ട് നമ്മുടെ മൂംഗ് ദാൽ ചിൽക്ക വേവിച്ച് വെച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുക. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി വെച്ചിട്ട് വെള്ളം ചേർക്കുക. എനിക്ക് ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഇഷ്ടം. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ട് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ നമ്മൾ തിളപ്പിക്കും തോറും ഇരിക്കും തോറും ഇത് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കൊറിയൻഡർ ലീവ്സ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റിൽ. ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലാത്തവർക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് നല്ല ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ ആയാലും ആഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബട്ടറാണ്. പിന്നെ ലാസ്റ്റ് തടക്കയ്ക്ക് വേണ്ടി ഇത്രയും ഞാനൊരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും പിന്നെ ഇത്തിരി കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടിട്ടുള്ള തടക്കയായിരുന്നു. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ.